എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മത്തനെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ താഴത്താകെ 2 മത്തനെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ വെയിലിൻ്റെ കടുപ്പം കാരണം ഞങ്ങൾക്ക് ആകെ 2 മത്തനെ കിട്ടിയിട്ടുള്ളൂ. ഒന്നും കായ പിടിച്ച് കിട്ടുന്നില്ല, നല്ല വെയിലല്ലേ. സാധാരണ ആളുകളെ കുറയിൽ വെയിൽ പച്ചക്കറികൾക്ക് വേണമെന്നാണ്. പക്ഷേ നിങ്ങളൊക്കെ മരം വെട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വെയിൽ നല്ല തടസ്സമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്തനെ ഒന്ന് പിടിച്ച് കിട്ടണി. അപ്പോൾ നമുക്ക് 2 മത്തം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അക്കടി പറ്റിയ പീച്ചിങ്ങ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ പീച്ചിങ്ങ ഞങ്ങൾ കുറച്ച് മൂത്ത് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ടെറസിൻ്റെ മേലെ തൂക്കിയിടാറാണ് പതിവ്. അപ്പോൾ നമുക്ക് എന്തായാലും മത്തൻ്റെ വിളവെടുപ്പിലേക്ക് പോവാം. കൂടാതെ നമ്മളെ വിറകേറിൻ്റെ മേലെ ഒരു പടവളം കളിച്ച മത്തം ഉണ്ടായിരുന്നു. അതെന്തായാലും മുതലായി, അതിന് നിറച്ചും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു പടവളം കളിച്ച കുമ്പളുണ്ട്. കുമ്പളം കൂട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് കൂട്ടിൻ്റെ ഉള്ളിൽ കയറി വയ്ക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് മത്തൻ്റെ വിളവെടുപ്പിലേക്ക് പോകാം. ഇതാണ് മത്തന്. ഇത് മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിളവെടുക്കാം. ഇത് താഴ്ന്നാണ് ഇരിക്കണോണ്ട് ഇത് വള്ളിയടക്കം പറിക്കേണ്ടി വരും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതാണ്ട വെയിറ്റ് ഉണ്ട്. അപ്പം ഇതിവിടെ വെച്ചിട്ട് അടുത്ത മഞ്ഞ കളറിൽ വരട്ടാം. അച്ഛൻ കിട്ടിയിട്ടുണ്ട് വരെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാ മഞ്ഞ കളറ് മത്തൻ, നമ്മളെ കാർട്ടൂണിലൊക്കെ കാണുന്ന കളറിലുള്ള മത്തന്. അപ്പം ഈ 2 മത്തനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2 മത്തനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശാലക്കൊക്കെ വെറുതെ ജിമ്മയാണ്. ഇത് വെറുതെ ഇങ്ങനെ പിടിച്ച് മതി, തന്നെ താഴെ ചിമ്പ് കഴിക്കോളും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഞങ്ങൾക്ക് ഇത് വലിയ മത്തനാണ്, ഇത് കുറച്ചും കൂടെ ചെറിയ മത്തൻ. ഇത് മൺപയറിട്ട് വരട്ടിയാണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് അക്കടി കുറച്ച് പീച്ചൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മേലെ എടുത്താനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാവും. അപ്പം നമുക്ക് എന്തായാലും ഉണക്കിയിട്ട് ഉപയോഗിക്കലാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് പറിക്കാം. ഇത് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇത് ഫുള്ള് ഉണ്ടായിരിക്കണ ഉള്ളിലാണ്. ഇത് പന്താമാതിരി ഒരു ഉണങ്ങിയ മറ്റുമ്പോൾ പിടിച്ച് കയറിയതാണ്. ഇതൊരു വള്ളിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കിട്ടി. ഞങ്ങൾക്കിത് ഉണക്കാൻ കൊണ്ടുപോയിടാം. ഇത് കണ്ട മുന്തിരിക്കൊല ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതും കൂടെ കൊണ്ടുപോയിട്ട് ഉണക്കാം കേട്ടോ. നമുക്ക് ഇത് വീട്ടിൽ പോവാം. മത്തന് കുറച്ച് ട്രിപ്പിലിട്ടുണ്ട് തോന്നുന്നു. മത്തന് കുറച്ച് കഴിച്ചിട്ടുണ്ട്. അടുത്തത് കഴിഞ്ഞ് ടെറസിൻ്റെ മേലെയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയേക്കാം. ഞാൻ പറഞ്ഞില്ലേ കൂട്ടിൻ്റെ ഉള്ളിൽ കുമ്പളം കൂട്ടിൻ്റെ ഉള്ളിലാണ്. കണ്ടാ നമ്മളാക്കിയതല്ല, അത് തന്നെത്താല പൂട്ട് തന്നെ കൂട്ടിൻ്റെ ഉള്ളിലാണ്. പിന്നെ വലുതായ ഇതിൻ്റെ പഴയ കോഴിക്കുട്ടിൻ്റെ കൂടാണ്, കോഴിക്കുട്ടികളുടെ കൂടാണ്. അപ്പോൾ കോഴിക്കുട്ടികൾ ഒഴിവായപ്പം നമ്മൾ ഇത് ഇവിടെ വെറുതെ കൊടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കുമ്പളം പിടിച്ചിട്ടുള്ളത്. വെള്ള കുമ്പളം. ഇത് കുമ്പളം വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ കൈമ ഒരു വെള്ള പൊടി വെച്ചിട്ടുണ്ട്.
ഇതാണ് ഐറ്റിങ്ങളെ പ്രൊട്ടക്ഷൻ. ഈ കുമ്പളത്തിൻ്റെ പ്രൊട്ടക്ഷൻ ജീവികളിൽ നിന്നും പ്രാണികളിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രൊട്ടക്ഷൻ പൗഡറാണിത്. അപ്പം നമുക്ക് എന്തായാലും കുമ്പളൊന്ന് വിളവെടുപ്പിക്കാം. വലിയ കുമ്പളാണ്. ഒരു ചക്രത്തിന്റെ വലിപ്പമുള്ള കുമ്പളാണ് നമ്മളതിലിരിക്കണത്. ഓഹോ, ഇക്കത് പോയിട്ടുണ്ട്. നമുക്ക് ഇതടി വെക്കാം. ഹോളിന്റെ വൈറ്റ് പൗഡർ മാറ്റിയാണ്. അപ്പോൾ ഇനി അടുത്ത മത്തനാണ്. മത്തനക്ക് പോലെ ടാസ്ക്കാണ്. വാപ്പച്ച അങ്ങോട്ട് ചാടി കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് വേണം അങ്ങോട്ട് ചാടി പോവാൻ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയേക്കാം. ടെറസിന് മേലെ ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ആ മത്തനൊന്ന് വെള്ളം എടുത്തിട്ട് വേണം ഒന്ന് പോവാം. ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുണ്ട്. ഇതും നല്ല വലിപ്പമുണ്ട്. അപ്പം ഈ രണ്ടെണ്ണമാണ് ഈ കൊമ്പും ഉണ്ടായിട്ടുള്ളത്. രണ്ടും മഞ്ഞ കളറാണ്. ഇനി അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി മൂക്കാനുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് മത്തനം കിട്ടിയിട്ടുണ്ട്. ഇനി ഉപ്പേരി വെക്കാൻ നമ്മൾ ആ രണ്ടെണ്ണം എടുത്തില്ല. വരട്ടാനാണ് ഈ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് മൊത്തം 4 കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വിളവെടുപ്പ്. പിന്നെ ഒരു കുമ്പളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം അടിയിലേക്ക് ഇറങ്ങാം. വെയിൽ കാരണം നിൽക്കാൻ പറ്റണില്ല. ഇത് കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ കളിക്കൂട്ടുകാരായ മൂവാണ്ടമാവൻ മാങ്ങയുണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ചാഞ്ഞൊന്നുമല്ല, ഇവിടെ അതിൻ്റെ അടിയിലായിട്ടാണ് ഉള്ളത്. അപ്പം അടിയിലുണ്ട് കുറേ, ഇവിടേക്ക് വരുമ്പോഴും ഉണ്ട് കുറേ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇത് കുറേ മൂത്തൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു വീട്ടിൽ എന്തായാലും ഒരു മൂവാണ്ടമാങ്ങ നിർബന്ധമാണ്. ഇത് എല്ലാവർക്കും നിർബന്ധമാണ്. ഇത് ഉപ്പും മുളകും ഇടാനും ഒക്കെ സൂപ്പറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. മൂവാണ്ടമാങ്ങ ആയിട്ടുള്ള ഉപകാരങ്ങൾ പല തരമുണ്ട്. ഒന്ന് ജസ്റ്റ് പട്ടാൽ തന്നെ ജ്യൂസ് അടിച്ചാൽ ഭയങ്കര ടേസ്റ്റ്. ഇന്നത്തെ വിളവെടുപ്പ് ഇതൊക്കെയാണ്. നമ്മളെ മത്തനെ നമുക്ക് അയൽവാസികൾക്കൊക്കെ കൊടുക്കുക. അയൽവാസികൾക്കൊക്കെ കൊടുത്താലേ ഇനിയും ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഇതാ കാല വീച്ചിങ്ങുണ്ട്. കണ്ടോ, എൻ്റെ വലിപ്പമുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് മേലെ കൊണ്ടുപോയി തൂക്കിട്ടതിന് ശേഷം ഇത് നല്ല ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ നല്ല ഔഷധ ഗുണമുള്ള ചവരി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അതൊക്കെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും എല്ലാവർക്കും ഉള്ള ഒരു മാല തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ 10 ഇരട്ടിൻ്റെ പീച്ചിക്കാൻ മതി. അപ്പോൾ ഇനി ഉണങ്ങണം അങ്ങനെ തൂക്കിയിടണം. അപ്പോൾ ഇവിടെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ജസ്റ്റ് യൂട്യൂബിൽ ഐഫദർശൻ അടിച്ച നമ്മളെ വ്ളോഗ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.